ഒരു വീട് നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ എപ്പോഴും അത് നല്ലൊരു ചുറ്റുമതിലിനകത്തായിരിക്കണം. ഒപ്പം അടുത്ത് വീടുകൾ, തൊട്ടടുത്ത് വീടുകളുണ്ട്, എപ്പോഴും ഒരു സെക്യൂരിറ്റിക്കും സേഫിനും ഒക്കെ നല്ലതാണ്. തൊട്ടടുത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും നല്ലതാണ്. അങ്ങനെ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ വില്ല പ്രോജക്ട്സുകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എങ്കിൽ വില്ലയ്ക്ക് വില്ലേതായ കുറച്ച് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു അസോസിയേഷനൊക്കെ വരുമ്പോൾ ഇഷ്ടപ്പെടാതെയൊക്കെ ചില ആൾക്കാർക്കുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വീടായിട്ട് തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു വീടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. അത് ഇതാണ്. എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ വീടാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് 3 സെൻറ്റിലാണ് കേട്ടോ ഈ വീട് ഇരിക്കുന്നത്. 3 സെൻറ്റിൽ 4 ബെഡ്റൂം. 4 ബെഡ്റൂമിൽ 3 അറ്റാച്ച്ഡും 1 അല്ലാതെയുമാണ്. 1 വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു റൂമുള്ള ഒരു വീടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. വീടിൻ്റെ ഗേറ്റ് തൊട്ട് നമുക്ക് തുടങ്ങാം. ഗേറ്റ് GI²2കളിലാണ് ഇവിടുത്തെ ഗേറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതും ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. ഗേറ്റിൻ്റെ 2 തൂണുകളിലായിട്ടും ലൈറ്റുകൾ, ചെറിയ 2 ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. നല്ല തൊട്ടപ്പോൾ തന്നെ ഓടിയും പോയി. നല്ല സ്ലൈഡിങ് ഗേറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ ഇതൊരു പ്രൈവറ്റ് റോഡും ഒക്കെയാണ് വരുന്നത്. ആ റോഡ് മുതൽ ഇങ്ങോട്ടെല്ലാം നല്ല രീതിയിൽ ടൈലിട്ട് വെച്ചേക്കാണ്. ഇവിടെ എല്ലാം പാവിങ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അവിടെ കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്ക് കാർ പോർച്ച് കാണാം. കാർ പോർച്ചിൻ്റെ മുകളിലായിട്ട് നോക്കിക്കേ, ഒരു GI²2 ഒരു ഡിസൈൻ അവിടെ കൂടി. അത് സ്ക്വയർ ട്യൂബിലാണ് കേട്ടോ ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഈ തൂണുകളിൽ നിന്ന് കവർ ചെയ്ത് അങ്ങോട്ടും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. തൂണുകൾക്ക് നമുക്കൊരു എന്താ പറയുക, വെട്ടുകല്ലിൻ്റെ, അത് നമ്മുടെ പഴയ കല്ലിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ അവർ സിമെൻറ്റിൽ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട്. അപ്പം വലിയ അഡീഷണൽ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു നോർമൽ ഡിസൈൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ കാർ പോർച്ചിനെ പറ്റി പറയാം, അതിൻ്റെ ഒരു സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇടാൻ പറ്റുന്നൊരു വാഹനം എനിക്ക് തോന്നുന്നു ഒരു സ്വിഫ്റ്റ് ഡിസയറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടം വരെ വന്ന് നിൽക്കും. കാരണം ആ ഒരു സ്പേസ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്കൊരു കോമ്പാക്റ്റ് SUV ആയ ഒരു നെക്സോണും നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അത് ആ ഒരു എന്താ പറയുക, ഹുണ്ടായി വെന്യൂ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസുള്ളൂ. അതിലും വലിയ വാഹനങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി ഇടുക്കം ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു രീതി വേണമെങ്കിൽ ഒരു കാറും ഒരു ബൈക്കും ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ ഈ ഒരു സൈഡിലായിട്ടും നമുക്കൊരു ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയ്ക്കുള്ള ഏരിയ ഉള്ളൂ എന്ന് ഞാൻ പറയേണ്ടതുണ്ട്. ഇനി ഇവിടുത്തെ മെയിനായിട്ടുള്ള ജലസ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റി വാട്ടർ കണക്ഷൻ തന്നെയാണ്. അതിനുള്ള ടാങ്കും മറ്റുമെല്ലാം ഈ ഒരു ഏരിയയിലായിട്ട് വരുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കി, ഈ ചുറ്റും അതിലൊക്കെ കെട്ടി മനോഹരമാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ ഈ വീടിൻ്റെ ഫേസിങ് ഇരിക്കുന്ന നേരെ വടക്കോട്ടാണ് ഫേസിങ് ഇരിക്കുന്നത്. പക്ഷേ ഡോറിൻ്റെ എൻട്രൻസ് വരുന്നത് കിഴക്കോട്ടാണ് വീടിൻ്റെ ഡോറ് തുറന്ന് വരുന്നത്. ഇനി ഇവിടെ ഒരു സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ആ സിറ്റ് ഔട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് രാവിലെ കസേര ഇട്ടിരിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കസേര ഇട്ടിരിക്കാനുള്ള സ്പേസ് മാത്രമേ കൊടുത്തുള്ളൂ. അവിടെ ഒരു ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ വാതിലിൽ നോക്കാം. ചെറുതേക്കും മഹാഗണിയാണ് ഇവിടെ വാതിലിനും അല്ലെങ്കിൽ കട്ടളകൾക്കും എല്ലാം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഉള്ളിൽ വരുമ്പോൾ ഒരു വലിയൊരു ഹോളാണ് കേട്ടോ ഇവിടെ ഉള്ളത്, വലിയൊരു ഹോൾ. അപ്പോൾ ഇതാ ഈ ഡൈനിങ് ഏരിയ അതല്ലെങ്കിൽ ലിവിങ് ഏരിയ എന്ന് പറയുന്ന രീതി സെപ്പറേറ്റ് പാർട്ടീഷൻ ചെയ്യുന്നൊരു പരിപാടി ഇവിടെ ചെയ്തിട്ടില്ല. ഒറ്റൊരു ഹാളാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ സെറ്റിയൊക്കെ ഇട്ട് നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടി വരും. അതിനകത്ത് ആ സിറ്റ് ഔട്ടിൽ നിന്നുണ്ടായിരുന്ന ഒരു 2 വലിയൊരു ഫ്രഞ്ച് വിൻഡോസും നമുക്ക് കാണാം. ഒപ്പം തന്നെ കയറി വരുമ്പോൾ നമ്മൾ ആ കാർ പോർച്ചിൽ നിന്ന് കണ്ട ആ ഒരു 3 പാളികളുടെ ജനാല ഇവിടെ, ഈ 2 ജനാലയാണ് മെയിനായിട്ട് ഈ ലിവിങ് ഏരിയയിലേക്ക് വെളിച്ചത്തെ കൂടുതൽ കൊണ്ടുവരുന്നത്. ഇവിടെ TV-ക്ക് വേണ്ടി ഈ ഒരു കോർണറിലായിട്ടാണ് TV-ക്കുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്രോംപ്ടൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈനിങ് പോർഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിനായിട്ട് വെളിച്ചം തരുന്നത് ഇവിടെ വലിയ 3 പാളികളുടെ ഒരു ജനാലയും ഒപ്പം തന്നെ സ്റ്റെയർ കേസിൻ്റെ അവിടുന്ന് വലിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ആ ഒരു ജനാലയിൽ നിന്ന് വെളിച്ചമാണ് ഈ ഒരു ഏരിയയിലേക്ക് കൂടുതലും കിട്ടുക. ഇനി ഈ ഒരു ഡൈനിങ് ഏരിയയിൽ ഈ ഒരു കോർണറിലായിട്ട് തന്നെ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറി പോകുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ഏരിയയിൽ വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. ഒപ്പം താഴത്തായിട്ട് ഈ സ്റ്റെയർ കയറുന്നതിന് അടിയിലായിട്ട് തന്നെ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള സ്പേസും അവരൊരുക്കിയിട്ടുണ്ട്. ടൈലുകൾ കൊടുത്തേക്കുന്ന വലിയ ടൈലുകളാണ് കൊടുത്തേക്കുന്നത്. ടൈലുകളുടെ ഇടയിലായിട്ട് റെഡ് കളേഴ്സ്
അതിനൊരു ബോർഡേഴ്സ് നൽകിയിട്ടുണ്ട്. ആ ഒരു കളറാണ് അവിടെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്ന വാതിലുള്ളത്. അടുക്കളയിൽ കൊടുത്തേക്കുന്നതും ഒരു തടിയുടെ ടെക്സ്ചറുള്ള ഒരു എന്താ പറയുക ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല സ്ഥല സൗകര്യം ഉള്ള ഒരു അടുക്കളയാണ്. ഈ കതവോട് അടച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് എനിക്ക് കാണിക്കാൻ പറ്റും നിങ്ങളെ. ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ അടുക്കള സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുക്കളയിലെ ബെഞ്ച് ടോപ്പുകളിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. സൈഡിൽ വാൾ ടൈലുകൾ ഒട്ടിച്ചതിനെ മനോഹരമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഇവിടെ ഒരെണ്ണം നൽകിയിരിക്കുന്നു. അതിന് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോർണറിലോട്ട് വന്നാൽ അവിടെ കണ്ട അതേപോലെ തന്നെ ഇവിടെയും സ്റ്റോറേജ് സ്പേസുകളും ഓപ്പൺ സ്റ്റോറേജ് സ്പേസുകളും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഇലക്ട്രിക് ചെമ്മിനി വെക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള പോയിന്റ് അവിടെ കൊണ്ട് വേണേൽ ഓപ്പൺ ചെയ്ത് നമുക്കവിടെ ഇലക്ട്രിക് ചെമ്മിനി സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെയും ഒരു സ്വിച്ച് ബോർഡ് നൽകിയിരിക്കുന്നു. അതിന് മുകളിലായിട്ട് മൾട്ടിവുഡിൽ തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്, കളർ കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെല്ലാം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇനി ഇതാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിമ്മിനി വരേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഗ്യാസ് കണക്ഷൻ വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇതും അടുക്കള ഫേസ് ചെയ്യുന്നത് നേരെ ഈസ്റ്റിലെ കിഴക്ക് വശത്തേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രിഡ്ജും മറ്റും വെക്കാൻ അതിനൊരു സ്വിച്ച് ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് വെക്കാം. അതല്ലെങ്കിൽ ഇവിടെയും ഒരു സ്വിച്ച് ബോർഡ് നൽകിയിരിക്കുന്നു. ഇവിടെ ഫ്രിഡ്ജ് ഈ രണ്ടിലെവിടെ നമ്മുടെ സൗകര്യമായിട്ട് നമുക്ക് വെക്കാം. ഇനി ഡോർ തുറന്നാൽ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് മാറാം. വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടാണ് വർക്ക് ഏരിയ. നല്ല രീതിയിൽ ഇത് ഷീറ്റൊക്കെ ഇട്ട് മേളിൽ മെഷൊക്കെ അടിച്ച് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി നല്ല കണ്ണിന് ഭംഗി തരുന്നൊരു കാഴ്ചയാണ്. തൊട്ട് സൈഡിൽ തന്നെ DD ഗോൾഡൻ ഫ്ലാറ്റ് സമുച്ചയമാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് നൽകിയിരിക്കുന്നു. അപ്പം ഡ്രെയിനേജ് വാട്ടർ പോകാനുള്ള സൗകര്യം നൽകിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എല്ലാം ടൈലുകളിട്ട് അപ്പുറത്തോട്ടെല്ലാം മാറ്റിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ കാണാം. ഇനി നമുക്ക് പോകേണ്ടത് ഇനി അടുത്ത ബെഡ്റൂമുകളിലേക്കും മറ്റുമാണ് ഈ വീട്ടിലെ. നമുക്കിനി ആദ്യത്തെ ബെഡ്റൂം, താഴത്തെ ഒരു ബെഡ്റൂം ബാക്കി 3 മുകളിലുമായിട്ടാണ് സജ്ജീകരിക്കുന്നത്. അപ്പോൾ താഴത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയ അല്ല ഡൈനിങ് പോർഷനിൽ തന്നെ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ബെഡ്റൂമായി. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെ 2 സൈഡിലായിട്ട് ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളികളുടെ ഇവിടെ 3 പാളികളുടെ ജനാലയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും വെളിച്ചവും വായു നല്ല രീതിയിൽ സഞ്ചാരം ഉണ്ടാവും. മുകളിൽ ഒരു ക്രോംഡൻ്റെ പഴയ മോഡലുള്ള ഒരു ഫാനാണ് അവിടെ നൽകിയിരിക്കുന്നത്. ക്രോംഡൻ്റെ പഴയ മോഡലുള്ള ഫാനാന്ന് പറയുമ്പോൾ അതിന് കാണാനുള്ള ലുക്കിൽ മാത്രമേ ഉള്ളൂ പഴയതുണ്ടാവുക. പക്ഷേ അതിന് നല്ല രീതിയിൽ കാറ്റുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി ബാത്റൂമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്ക്വയർ ഡിസൈനിലാണ് ഈ ഒരു സ്പേസിലാണ് ഈ ഒരു ബാത്റൂമിനെ ഒരുക്കിയിരിക്കുന്നത്. ഒരു സൈഡ് ക്ലോസറ്റ് ഏരിയ മാറ്റിയിരിക്കുന്നു. ബാത്ത് ഏരിയ ഒരു സൈഡിൽ ഒരുക്കിയിരിക്കുന്നു. 3 ഏരിയ കൊടുത്തിരിക്കുന്നു. ഉള്ള സ്പേസിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ തീം കണ്ടോ, ഒരു ലൈറ്റ് കളറും ഒരു ഡാർക്ക് കളറും വരുന്നൊരു കളർ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. ഇവിടുത്തെ ഡോറുകൾ ഇവിടുന്ന് ഫൈബറിൻ്റെ ഡോറുകളാണ് ബാത്റൂമിൻ്റെ ഡോറുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലത്തെ നിലയിലേക്ക് മാറാം. മുകളിലത്തെ നിലയിലെ ബാക്കിയുള്ള ബെഡ്റൂമുകളൊക്കെ അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ടൈലുകളാണ് സ്റ്റെയർ കേസിന് നൽകിയിരിക്കുന്നത്. കൈവരികൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലും കൊടുത്തിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൈവരികളിലായിട്ടാണ് ഫുള്ളായിട്ട് ഇതിനെ പണിഞ്ഞിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് നല്ല രീതിയിൽ വെളിച്ചം നമുക്ക് സമ്മാനിക്കുന്നത് ഈ ഒരു വലിയൊരു ജനാലയാണ്. ഇവിടെ നിന്നാണ് നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്നത്. ഇനി നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡോറ് നമുക്ക് കാണാം, ഒരു ചെറിയൊരു ഓപ്പണിങ്. കാരണം ഇവിടുന്ന് ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ബാൽക്കണി അല്ല, ഒരു ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ അടുക്കളയിൽ നിന്ന് കണ്ട ആ ഒരു ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഒരു ലോബി ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. അതൊരു അത്യാവശ്യം താഴത്തെ ഹോളിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ ഉള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. അവിടെ ഒരു വലിയൊരു ഫാൻ ക്രോംപ്ടൻ്റെ നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ യൂസ് ചെയ്തേക്കുന്ന ഫാനല്ല. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് മാറാം. നല്ല വെളിച്ചമുള്ള നല്ല പ്രകാശമുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല വലിപ്പമേറിയ ബെഡ്റൂമാണ്. അതിൻ്റെ 2 സൈഡിലും ജനാല ഇവിടെ ഒറ്റപ്പാലയുടെ ജനാല കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ 2 ആയിരുന്നെങ്കിലും ഇവിടെ ഒറ്റപ്പാളിയാക്കി ചുരുക്കിയിരിക്കുന്നു. താഴത്തെ കളർ തീം തന്നെ, ടൈലിൻ്റെ കളർ തീം താഴത്തെ അതേപോലെ തന്നെ മുകളിലും ആവർത്തിച്ചിരിക്കുന്നു. ഇനി ബാത്റൂമിലേക്ക് വന്ന് നോക്കി.
ബാത്റൂം ഇവിടെ സ്ക്വയർ ഷേപ്പ് അല്ല, ഒരു റെക്ടാങ്കിൾ ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആകൃതിയിലുള്ള ബാത്റൂം ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെയിൻ ഷവേഴ്സ് നൽകിയിരിക്കുന്നു. ക്ലോസറ്റ് ഏരിയ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നു. വാഷ് ഏരിയ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നു. ക്ലോസറ്റ് ഏരിയ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നു. ഇവിടെ എയർ വെന്റിലേഷന് വേണ്ടി വലിയൊരു ജനാല നൽകിയിട്ടുണ്ട്. ഇവിടെയും ഡാർക്ക് കളർ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ബാത്റൂമിന് കൂടുതൽ ആൾക്കാരും ഡാർക്ക് കളർ തീമാണ് യൂസ് ചെയ്യുന്നത്. ഒരു തടിയുടെ ഫിനിഷിങ് വരുന്ന ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 4 ബെഡ്റൂമുകൾ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു റൂമിനെ സ്റ്റഡി റൂം ആക്കേണ്ടി വരും. ബിക്കോസ് അതിനെ ബാത്ത് അറ്റാച്ച്ഡ് അല്ല. ആ റൂമിലേക്ക് നമുക്ക് പോകാം. ഈ റൂമാണത്. ഇത് അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ. നമ്മുടെ കാർ പോർച്ചിന് തൊട്ട് മുകളിലത്തെ റൂമാണ്. നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു റൂമിന് ബാത്റൂം ഇല്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ വലിയ 2 ഫ്രഞ്ച് വിൻഡോസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ഫ്രഞ്ച് വിൻഡോസിൻ്റെ ഒരു ജനാല തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു എന്താ പറയുക ഷെയ്ഡിലേക്ക് ഇറങ്ങാൻ പറ്റും. കാരണം അതൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ മേളിലൊരു ബാൽക്കണി ഇല്ല എന്നുള്ളതൊരു പോരായ്മയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റഡി റൂമായിട്ട് വേണമെങ്കിൽ ഇതിനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂമോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ബെഡ്റൂം, അത് ഇവിടെയാണ്. താഴത്തെ ബെഡ്റൂമിന് അതേ പൊസിഷനിൽ മുകളിൽ കൊടുത്തിരിക്കുന്നു. ഈ ബെഡ്റൂമിനെ ഇവിടെയും 2 സ്ഥലങ്ങളിലും ജനാലകൾ വന്നിരിക്കുന്നു, 2 ഭിത്തികളിലും. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ടൈലുകളും സെയിം, ഇവിടെ വീട് മുഴുവനായിട്ട് ഒറ്റ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം താഴത്ത് കണ്ട അതേ ബാത്റൂം സ്റ്റൈൽ കണ്ടാണ് ഇവിടെയും യൂസ് ചെയ്യുന്ന ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബാത്റൂം ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കളർ തീം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ചെറിയൊരു ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു കളർ തീം. ഈ കളർ തീം എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഈ വീട് മുഴുവനായും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും കാണേണ്ടതില്ല. ഈ വീടിന് അവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 65 ലക്ഷം രൂപയാണ്. 65 ലക്ഷം രൂപയ്ക്ക് 3 സെൻറ്റിൽ ഒരു 3 ബെഡ്റൂം വേണമെങ്കിൽ 4 ബെഡ്റൂം എന്ന് പറയാവുന്ന ഒരു വീട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പ്രൈസ് അത്യാവശ്യം നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അതുമല്ല, നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇത് ലൊക്കേഷൻ പടമുകളാണ്. സെസ്സിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ വീടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ വരും. കാരണം തൊട്ടടുത്ത് ഇത്രയും വലിയ ഫ്ലാറ്റുകളും തൊട്ടടുത്ത് ഒരുപാട് എന്താ പറയുക ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതും കാക്കനാട് പോലൊരു അടുത്ത ഏരിയയിൽ ഈ ഒരു പ്രൈസ് തീർച്ചയായിട്ടും റീസണബിൾ പ്രൈസ് എന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ഒരു ആവറേജ് ഫാമിലിക്ക്, ഒരു എബോവ് ആവറേജ് അഞ്ചുള്ളൊക്കെ ഫാമിലിക്ക് വേണമെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക, മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുക, ഡിസ്കൗണ്ടും ചോദിച്ച് വാങ്ങിക്കുക. ഇനി നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രണ്ടിടത്തും ഇത് ഫേസ്ബുക്കിലായിട്ട് യൂട്യൂബിലായിട്ട് നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്ക് വിലയേറിയ കമൻസാണ്. ആ കമൻസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. മാക്സിമം എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്ന കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ കമൻസും ഞാൻ നോക്കി കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.